റഷ്യൻ ഡ്രോണുകൾ നാറ്റോ അംഗമായ പോളണ്ടിന്റെ അതിർത്തിക്കുള്ളിൽ പ്രവേശിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. വ്യോമ അതിർത്തി ലംഘിച്ച് റഷ്യൻ ഡ്രോണുകളെ വെടിവെച്ചിട്ടതായി പോളണ്ട് സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. 2022 യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിൽ വീഴുന്നത്. ഇത് കാരണം പോളണ്ടിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടതായി പറയുന്നുണ്ട്. ഇറാനിയൻ നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ച് നാറ്റോ അംഗമായ പോളണ്ടിനെ റഷ്യ ആക്രമിച്ചതായി US ജനപ്രതിനിധി സഭാംഗം ജോർജ് വിൽസൺ ആരോപിച്ചു. യുദ്ധപ്രവൃത്തി ആണ് ഇതെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിന്റെ വ്യോമ അതിർത്തി ലംഘിച്ചതായി യുക്രൈൻ വ്യോമസേന വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് ഈ പ്രസ്താവന പുറത്തു വന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കിയതായി പോളണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പോളണ്ട് പ്രസിഡന്റ് കരോൾ നവറോക്കിയും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് പോളണ്ടിന്റെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡ്രോൺ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്.